കോടികൾ മുടക്കി നവീകരിച്ച എറണാകുളം മാർക്കറ്റ് ഇരുട്ടിലായി. വൈദ്യുതി കുടിശ്ശിക ചൂണ്ടിക്കാട്ടി കെ.എസ്.ഇ.ബി. മാർക്കറ്റിലെ ഫ്യൂസ് ഊരിയിരിക്കുകയാണ്. 3 മാസത്തെ ചാർജ് കുടിശ്ശികയായി 6 ലക്ഷത്തിലധികം രൂപ അടയ്ക്കണം. ഡിസംബർ 14-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്. വിവരങ്ങൾ നൽകാനായി അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, അത്യാധുനിക സൗകര്യങ്ങളോടെ ആരംഭിച്ചതായിരുന്നു ഈ മാർക്കറ്റ്. ആദ്യഘട്ടത്തിൽ സ്ഥലപരിമിതിയും മാലിന്യം തള്ളാനുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ സൗകര്യങ്ങളോടെ ഡിസംബറിൽ തുറക്കുകയായിരുന്നു. ഇപ്പൊ എന്താണ് അവിടുത്തെ പ്രശ്നം? വൈദ്യുതി ഊരാനുള്ള ഒരു കാരണം എന്താണ്? നമുക്കറിയാം, എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടി നിർമ്മിച്ച എറണാകുളം മാർക്കറ്റാണിത്. എന്നാൽ ഈ മാർക്കറ്റിൽ ഇപ്പോൾ വൈദ്യുതി ഇല്ല. പൊതുവിടങ്ങളിൽ, പാർക്കിംഗ് ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിലെ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 മാസമായിട്ടുണ്ടായ കുടിശ്ശിക തീർപ്പാക്കാത്തതിനെ തുടർന്നാണ് കെ.എസ്.ഇ.ബി. ഇന്ന് ഉച്ചയോടുകൂടി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നത്. ഇപ്പോൾ പലരും ഇരുട്ടിൽ തന്നെ കഴിയുകയാണ്. ഇവിടെ സാധനങ്ങൾ, ചരക്കുകൾ വന്ന് കയറ്റി ഇറക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇരുട്ടിലായി പോയ അവസ്ഥയാണ്. നമുക്ക് ഇവിടെ ഉള്ളവരോട് തന്നെ ചോദിക്കാം. ചേട്ടൻ ഇത് എപ്പോൾ മുതൽ കണ്ടില്ല? എത്ര മണിയാണ്? അറിയില്ല. ഇപ്പൊ എന്തായാലും കണ്ടില്ലല്ലോ. കറണ്ടില്ലല്ലോ ഇപ്പൊ കറണ്ടില്ല. ഇപ്പൊ മാർക്കറ്റിന്റെ അകത്തൊക്കെ കറണ്ടുണ്ട്. കടകളിലൊക്കെ കറണ്ടുണ്ട്. പാർക്കിംഗ് ഏരിയയിലൊന്നും കണ്ടിട്ടില്ല. പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടാന്ന് അറിയില്ല കറക്റ്റായിട്ട്. ഇപ്പൊ രാത്രിയിലൊക്കെ ഈ സാധനങ്ങൾ വരുന്നതല്ലേ, അപ്പൊ നടക്കുവോ? 3 മണിക്ക് തുടങ്ങണതാണ്. ഒരു ടോർച്ചൊക്കെ അടിച്ച് കണ്ടുവരും. വേറെ ലൈറ്റില്ല, ഇപ്പൊ കാണാനില്ല ഇവിടെ തന്നെ. 6,70,000 രൂപ അടക്കണം എന്നിട്ട് പറഞ്ഞു. കാശ് അടച്ചിട്ട് ചില കടകളിലൊക്കെ കറണ്ടുണ്ട്, മറ്റുള്ള കടകളിൽ. അതാണ് അവർ പറയുന്നത്. ഏകദേശം 6 ലക്ഷം രൂപ കുടിശ്ശിക അടയ്ക്കാനുണ്ട്. അത് അടയ്ക്കാത്തതിനെ തുടർന്നാണ് ഉച്ചയോടുകൂടി കെ.എസ്.ഇ.ബി. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തെയും സാരമായി ബാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചുമട്ടുതൊഴിലാളികൾ പറയുന്നത്. അതായത് പുലർച്ചെ 3 മണിയോടുകൂടി ചരക്കുകൾ ഇവിടെ എത്തും. അത് ഇറക്കുന്നതിന് പ്രയാസം നേരിടും. ഇനി ടോർച്ച് ലൈറ്റൊക്കെ വെച്ച് അത് ചെയ്യണം എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. ഇതാണ് പാർക്കിംഗ് ഏരിയയിലേക്കുള്ള പോകുന്ന വഴി. ഈ വഴിയും എങ്ങും വൈദ്യുതി ഇല്ല, ഇരുട്ടാണ് മുഴുവനും. നമുക്ക് ആ പാർക്കിംഗ് കൂടെ കാണാം. പാർക്കിങ്ങിൽ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അവിടെ വന്ന് വണ്ടികൾ എടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ സംഭവമായിരിക്കും. എന്തായാലും ഏകദേശം മണിക്കൂറുകളായി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ട് സാങ്കേതിക പ്രശ്നം മൂലം ആണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നാണ് മേയർ പറയുന്നത്. കാരണം ഈ ഫയലിൻ്റെ നീക്കം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരവസ്ഥ ഈ കോർപ്പറേഷൻ ഉണ്ടായിട്ടില്ല. കാരണം ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ ഇവിടുത്തെ കച്ചവടക്കാരാണ് സംബന്ധിച്ചുള്ള വൈദ്യുതി ബില്ല് അടയ്ക്കുന്നത്. പക്ഷേ ഇത് വലിയൊരു ഭീമമായ തുകയായതുകൊണ്ട് തന്നെ അവർക്കത് താങ്ങാൻ കഴിയില്ല. അത് കോർപ്പറേഷൻ തന്നെ അടയ്ക്കും. നാളെ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണും എന്നതാണ് കോർപ്പറേഷൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ രാത്രി ഇരുട്ടിലാകുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. മാർക്കറ്റിലേക്ക് എത്തുന്ന ചരക്കുകൾ ഉൾപ്പെടെ ഇറക്കുന്നതിന് പ്രയാസം നേരിടും. കഴിഞ്ഞ ദിവസമാണ് ഇത് കോർപ്പറേഷൻ്റെ ശ്രദ്ധയിൽ പെട്ടതെന്ന് മേയർ പറയുകയുണ്ടായി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പൊതുവിടങ്ങളിലൊന്നും വൈദ്യുതി ഇല്ല. ഈ യന്ത്രങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് അഗ്നിശമന സംവിധാനമാണ്. എന്തായാലും 3 മാസത്തെ ബില്ല് കുടിശ്ശികയായതോടെയാണ് കെ.എസ്.ഇ.ബി. മാർക്കറ്റിലെ ഫ്യൂസ് ഊരിയിരിക്കുന്ന മാർക്കറ്റിന്റെ പ്രവർത്തനത്തെ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ചില സാങ്കേതിക തടസ്സങ്ങളാണ് ഈ ബില്ലടയ്ക്കുന്നതിന് പ്രതിസന്ധിയായത്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.